ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൻ്റെ സിമ്പിൾ നോട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ സിമ്പിൾ നോട്ട് 2 പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. അതുപോലെ തന്നെ നമ്മൾ SCERT ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ വേണമെന്നുള്ളവർക്ക് SCERT സ്കൂൾ ടെക്സ്റ്റുകൾ അതേപോലെ നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് PSC പ്രസത്തിൻ്റെ ക്ലാസ്സുകൾ അടിച്ചു കൊടുക്കുക. അതുപോലെ പാർട്ട് ഏത് വേണമെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കറക്റ്റ് കിട്ടുന്നതായിരിക്കും. നമ്മളതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇതേപോലെ ഇപ്പോൾ എത്രയും വേഗം ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്ലാസ്സുകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സിമ്പിൾ നോട്ട് കുറച്ച് ഒരു ഫസ്റ്റ് പാർട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഒത്തിരി അധികമുണ്ട്. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാം, ഒരുമിച്ച് പോകാം. ജോലി വേണമെന്നുള്ളവർ എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്ക്. ഇവിടെ ഉണ്ട് നിങ്ങളുടെ ജോലി. ഉറപ്പായിട്ട് SCERT ആയാലും മറ്റേത് ഭാഗമായാലും നമുക്ക് സ്കൂൾ ക്ലാസ്സിലെ സിലബസിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഓർത്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവലായാലും അല്ലാത്ത മാച്ച് ദ ഫോളോയിങ് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയാലും ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് ഇതേപോലുള്ള സിമ്പിൾ നോട്ടുകൾ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സിമ്പിൾ നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിപ്പോയി, ഇതിലെല്ലാ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയേ വേണ്ട. നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഈ ഒരു സിമ്പിൾ നോട്ടൊന്ന് വായിച്ചു നോക്കൂ. അതിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻസ് എല്ലാം, അതിൻ്റെ ആൻസറും ക്വസ്റ്റ്യനും എല്ലാം ഉൾപ്പെടെ ഒരു പോയിൻ്റ് പോലും വിടാതെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണിത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവായ ബംഗാളി സാഹിത്യകാരൻ ആര്? അപ്പോൾ നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാരാ? ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്ര. അപ്പോൾ ചിലപ്പം ഇത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവായ ദീനബന്ധു മിത്ര ഏത് സംസ്ഥാനത്തെ സാഹിത്യകാരനാണ് അല്ലെങ്കിൽ ഇവിടത്തെ സാഹിത്യകാരനാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതണ്ടേ. അദ്ദേഹം ഒരു ബംഗാളി സാഹിത്യകാരനാണ്. ചിലപ്പോൾ ബംഗാളി എന്നോ മറാത്തി എന്നോ മലയാളി എന്നോ ഇങ്ങനെ തമിഴനെന്നോ ഒക്കെ തരാം. അപ്പം നമ്മൾ ഇതെല്ലാം ഓർത്തൊന്ന് പഠിച്ചാൽ വളരെ ഈസിയല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇന്ത്യക്കാർക്കിടയിൽ രൂപപ്പെട്ട ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവത്തിനെതിരെയുള്ള ഐക്യബോധം അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? എന്താണ്? അതാണ് ദേശീയത. അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലാണ് ഈ ദേശീയത ഉത്ഭവിച്ചത്. ഇന്ത്യക്കാർക്കിടയിൽ രൂപപ്പെട്ട ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവത്തിനെതിരെയുള്ള ഐക്യബോധം അല്ലെങ്കിൽ ഐക്യദാർഢ്യം, അതാണെന്ത് ദേശീയത എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധർ ആരെല്ലാം? ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവരാണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായി പഠനം നടത്തിയ ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാ? ദാദാഭായ് നവറോജിയെയാണ് നമ്മൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. ദാദാഭായ് നവറോജിയുടെ പ്രധാനപ്പെട്ട പുസ്തകം ഏതാണ്? അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നതാണ് ദാദാഭായ് നവറോജിയുടെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പുസ്തകം. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാ ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്നത്? അതും ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്നത്.
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത് എന്ന്. അപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് 19-ാം നൂറ്റാണ്ടിലാണെന്ന് നമുക്കറിയാം. അത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ച പ്രമുഖ എഴുത്തുകാരുണ്ടായിരുന്നു. അവരാരൊക്കെയാണ്? അവരാണ് നമ്മുടെ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തു? ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ച പ്രമുഖ സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ എഴുത്തുകാരാണ്. ബംഗാളി ഭാഷയിൽ സാഹിത്യരചന നടത്തിയ സാഹിത്യകാരന്മാർ ആരെല്ലാമാണ്? അപ്പം നമ്മൾ പറഞ്ഞല്ലോ ബംഗാളി ഭാഷയിൽ ആരൊക്കെയായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറുമാണ് ബംഗാളി ഭാഷയിൽ എഴുതിയ അല്ലെങ്കിൽ രചനകൾ നടത്തിയ രണ്ട് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ. ആസാമീസ് ഭാഷയിൽ രചന നടത്തിയ സാഹിത്യകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആരാണ്? അതാണ് ലക്ഷ്മിനാഥ് ബസ്ബർവ. ലക്ഷ്മിനാഥ് ബസ് ബർവ എന്ന് പറയുന്ന സാഹിത്യകാരനാണ് എന്ത് ചെയ്തത്? ആസാമീസ് ഭാഷയിൽ രചനകൾ നടത്തിയത്. ഇനി മറാത്തി ഭാഷയിൽ രചന നടത്തിയ സാഹിത്യകാരനാണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ് അദ്ദേഹം രചനകൾ നടത്തിയത്. തമിഴ് ഭാഷയിൽ രചന നടത്തിയ സാഹിത്യകാരൻ ആരാണ്? അതാണ് സുബ്രഹ്മണ്യ ഭാരതി. തമിഴ് ഭാഷയിൽ സുബ്രഹ്മണ്യ ഭാരതി, മറാത്തി ഭാഷയിലെ വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ, ആസാമീസ് ഭാഷയിൽ ആരാണ്? ലക്ഷ്മിനാഥ് ബസ്ബർവ. ബംഗാളി ഭാഷയിൽ രണ്ടുപേരുണ്ടായിരുന്ന ആരൊക്കെയാ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും. ഇനി ഹിന്ദി ഭാഷയിൽ സാഹിത്യരചന നടത്തിയ സാഹിത്യകാരന്മാർ ആരൊക്കെയാണ്? ഭാരതേന്ദു ഹരിശ്ചന്ദ്രയും പ്രേംചന്ദ്രനുമാണ്. അപ്പോൾ പ്രേംചന്ദ്രനും അതുപോലെ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഇവർ രണ്ട് പേരുമാണ് എന്ത് ചെയ്തത്? ഹിന്ദി ഭാഷയിൽ സാഹിത്യരചന നടത്തിയ സാഹിത്യകാരന്മാർ എന്ന് പറയുന്നത്. ഉറുദു ഭാഷയിൽ രചനകൾ നടത്തിയ സാഹിത്യകാരൻ ആരൊക്കെയാണ്? ഉറുദു ഭാഷയിൽ രചനകൾ നടത്തിയത് അൽതാഫ് ഹുസൈൻ ഹാലി. അപ്പോൾ ഉറുദു ഭാഷ പേര് കേൾക്കുമ്പോൾ ഒരു എന്താണ് ഉറുദു ലുക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അൽതാഫ് ഹുസൈൻ ഹാലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ സാഹിത്യകാരനാണ് എന്ത് ചെയ്തത്? ഉറുദു ഭാഷയിൽ രചനകൾ നടത്തിയത്. മലയാള ഭാഷയിൽ രചനകൾ നടത്തിയ സാഹിത്യകാരനാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ ഏത് ഭാഷയിലാണ് രചനകൾ നടത്തിയതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് മലയാള ഭാഷയിലാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അപ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? രാജാറാം മോഹൻ റോയ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് ആദ്യമായിട്ട് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് എന്നൊരു ബഹുമതി കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹമാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? അദ്ദേഹം ബംഗാളി ഭാഷയിൽ ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ട്. ആ പത്രത്തിൻ്റെ പേരാണ് സമ്പാദ് കൗമുദി. അപ്പോൾ സമ്പാദ് കൗമുദി ആരുടേതാണെന്ന് ചോദിക്കാം തിരിച്ച്. അത് രാജാറാം മോഹൻ റോയ്. ഏത് ഭാഷയിൽ ആരംഭിച്ച പത്രമാണ്? ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? മിറാത്ത് ഉൽ അക്ബറാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? മിറാത്തുൽ അക്ബറാണ്. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രധാന പത്രങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പത്രങ്ങളും അതിലെ ഭാഷയും ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെ പത്രങ്ങളാണ്? ദ ഹിന്ദു എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലെ പത്രമാണ്. ബംഗാളി ഭാഷയിലാണ് എഴുതിയത് ദ ഹിന്ദു. അമൃത ബസാർ പത്രികയും ഏതാണ്? ബംഗാളി ഭാഷയിൽ എഴുതിയതാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ് ടൈംസ് ഓഫ് ഇന്ത്യ. അതുപോലെ മാതൃഭൂമി മലയാള ഭാഷയിലെ പത്രമാണ്. അൽ അമീൻ അത് മലയാളം ഭാഷയിലതാണ്. അപ്പം നമുക്ക് ഭാഷയും പത്രങ്ങളും ഒന്നുകൂടി പറയാം.
ഏതൊക്കെയാ? ദ ഹിന്ദു ബംഗാളി, അമൃത് ബസാർ പത്രിക ബംഗാളി, ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ്, മാതൃഭൂമി മലയാളം, അൽ അമീൻ മലയാളം. 20ാമത്തെ ക്വസ്റ്റ്യനായി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നാട്ടുഭാഷാ പത്ര നിയമം പാസ്സാക്കിയ വൈസ്രോയി ആര്? നാട്ടുഭാഷാ പത്ര നിയമം പാസ്സാക്കിയത് ആരാണ്? ലിട്ടൻ പ്രഭുവാണ്. ലിട്ടൻ പ്രഭുവാണ് എന്ത് ചെയ്തത്? നാട്ടുഭാഷാ പത്ര നിയമം അത് നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭുവാണ്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് ആര്? ഇപ്പോൾ ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം രാജാ റാം മോഹൻ റോയ് ആണ്. ഇനി രാജാ റാം മോഹൻ റോയ് ജനിച്ചതെന്ന 1772 ബംഗാളിലാണ് ആര് ജനിക്കുന്നത്? രാജാ റാം മോഹൻ റോയ് ജനിക്കുന്നത് 1772 ബംഗാളിൽ ജനിച്ചു. രാജാ റാം മോഹൻ റോയ്ക്ക് അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന മതങ്ങൾ ഏതെല്ലാം? ചില മതങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന മതങ്ങൾ ഏതൊക്കെയാണ്? ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രൈസ്തവ മതം, ജൂതമതം എന്നിവയിലൊക്കെ അദ്ദേഹത്തിന് അഗാധമായ അറിവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ മതത്തിലാണ്? ഹിന്ദുമതത്തിലും ഇസ്ലാം മതത്തിലും അതുപോലെ ജൂതമതത്തിലും ക്രൈസ്തവ മതത്തിലുമൊക്കെ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ്. രാജാ റാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ? സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചോദിക്കാം, ഇതൊക്കെ ഓരോന്നായിട്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം. എന്താ ഇതിൽ ഉൾപ്പെടുന്നത്? അല്ലെങ്കിൽ അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിച്ച് തന്നിട്ട് നമുക്ക് ഇത് ചോദിക്കാം. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പച്ചവെള്ളം പോലെ എന്ന് പറയത്തില്ലേ, അതേപോലെ പഠിച്ചു വെക്കണം. അപ്പം നമുക്കൊന്ന് പറയാം, സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. അടുത്തെന്താ? ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരാരംഭിച്ചു? രാജാ റാം മോഹൻ റോയ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തെന്താണ്? ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹം ബ്രഹ്മസമാജം ആരംഭിക്കുന്ന വർഷം എന്നാണെന്നും കൂടി ഓർത്തു വയ്ക്കുക. 1828 കേട്ടോ ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാ? രാജാ റാം മോഹൻ റോയ് ആണ്. അതൊരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു ബ്രഹ്മസമാജം. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. അപ്പോൾ അദ്ദേഹം എന്തിനൊക്കെതിരെ പോരാടിയിട്ടുണ്ട്? ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയ മഹാനായ വ്യക്തിയാണ് നമ്മുടെ രാജാ റാം മോഹൻ റോയ്. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചതാരാ? അതും രാജാ റാം മോഹൻ റോയ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു പൈതൃക സ്വത്ത് സ്ത്രീകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അക്ഷീണം പ്രവർത്തിച്ചു. അപ്പോൾ സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടിയൊക്കെ നിലകൊണ്ടത്? വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ വിഗ്രഹാരാധന വേണ്ടാന്ന് പറഞ്ഞു, ബഹുദൈവ വിശ്വാസം വേണ്ടാന്ന് പറഞ്ഞു. ഇതൊക്കെ ആര് ചെയ്തു? രാജാ റാം മോഹൻ റോയ് ഇവയ്ക്കെതിരെയൊക്കെ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മഹാരാഷ്ട്രയിലെ താഴ്ന്ന ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ജ്യോതിറാവു ഫുലെയാണ്. അപ്പോൾ ജ്യോതിറാവു ഫുലെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? മഹാരാഷ്ട്രയിലെ താഴ്ന്ന ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് തന്നെ നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് പറയാം ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി ജ്യോതിറാവു ഫുലെ ആരംഭിച്ച സംഘടന ഏത്? അപ്പോൾ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു സംഘടന ആരംഭിച്ചു. ആ സംഘടനയുടെ പേരാണ് സത്യശോധക് സമാജം. അപ്പോൾ സത്യശോധക് സമാജം ആരുടേതാണ്? ജ്യോതിറാവു ഫുലെയുടേതാണ്. വിധവാ വിവാഹം നടപ്പിലാക്കാനും
വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ശ്രമം നടത്തിയ സംഘടന ഏത്? അപ്പോൾ ഈ സംഘടന എന്തിനു വേണ്ടിയൊക്കെയാണ് നിലകൊണ്ടത്? വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ശ്രമം നടത്തിയ സംഘടനയാണ് സത്യശോധക സമാജം. അടുത്തത് എന്താണ്? മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി ജ്യോതിറാവു ഫുലെയെ വിളിച്ചതെന്ത്? അപ്പം മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായിട്ട് ഈ നമ്മുടെ ജ്യോതിറാവു ഫുലെയെ ഒരു പേര് വിളിച്ചു. എന്താ പേര്? മഹാത്മാ. ഗാന്ധിജിക്ക് കൊടുത്ത അതേപോലെ, അയ്യങ്കാളിക്ക് കിട്ടിയ അതേപോലെ എന്താണ് മഹാത്മാ എന്ന് പേര് കിട്ടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ജ്യോതിറാവു ഫുലെ എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ ജനതയാണ് ആ ഒരു പേര് അദ്ദേഹത്തിന് നൽകിയത്. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാപാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ജ്യോതിറാവു ഫുലെയുടെ പത്നി ആര്? അപ്പോൾ നിരവധി പെൺപള്ളിക്കൂടങ്ങൾ, അതുപോലെ നിശാപാഠശാലകൾ ഇതൊക്കെ സ്ഥാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ജ്യോതിറാവു ഫുലെയുടെ ഭാര്യയാണ് അല്ലെങ്കിൽ പത്നിയാണ് ആരാ? സാവിത്രിബായി. അപ്പോൾ സാവിത്രിബായി ആരുടെ ഭാര്യയാണ്? ജ്യോതിറാവു ഫുലെയുടെ ഭാര്യയാണ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാപാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് അവരെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ വ്യക്തിയാണ്. അപ്പോൾ 30ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ പോകുന്നു. 30ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ തേടി നടക്കുകയൊന്നും വേണ്ട. അലഞ്ഞു തിരിഞ്ഞ ആ ക്ലാസ് എനിക്ക് കിട്ടുന്നില്ല, യൂട്യൂബ് അടിച്ചു നോക്കുമ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ വരും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് അത്യാവശ്യമുള്ള, നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ, സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓൾ എനേബിൾ ഓൾ എന്ന് അടിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നമ്മളിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതുപോലെ നിങ്ങൾ മറക്കാതെ സമയം പാഴാക്കി കളയേണ്ട ആ ലൈക്ക് ബട്ടൺ ഒന്നുകൂടി അമർത്തിക്കോ. അപ്പോൾ നമ്മളിനി ക്ലാസ്സിലേക്ക് കടക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്ന കർണാടക സ്വദേശി ആര്? അപ്പോൾ സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്ന കർണാടക സ്വദേശിയാണ് പണ്ഡിത രമാഭായി. പണ്ഡിത രമാഭായി ഏത് സ്ഥലത്തുള്ള ആളാ? കർണാടക സംസ്ഥാനത്തെ വ്യക്തിയാണ്. സ്ത്രീ പരിഷ്കരണ രംഗത്തെ സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമാണ് ആരാ? നമ്മുടെ പണ്ഡിത രമാഭായി. സംസ്കൃത സാഹിത്യത്തിൽ ഉള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാഭായിക്ക് നൽകിയ ബഹുമതി എന്ത്? അപ്പോൾ നമ്മുടെ സംസ്കൃത സാഹിത്യത്തിൽ നല്ല അവഗാഹമുള്ള വ്യക്തിയാണ് ആര്? രമാഭായി. അപ്പോൾ ഇത് പരിഗണിച്ചുകൊണ്ട് കൽക്കത്ത സർവകലാശാല എന്ത് ചെയ്തു? അധ്യാപകർ, അവിടുത്തെ അധ്യാപകർ രമാഭായിക്ക് ഒരു ബഹുമതി നൽകി. ആ ഒരു ബഹുമതിയാണ് പണ്ഡിത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പണ്ഡിത രമാഭായി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വെറുതെ ഒരാൾക്ക് എടുത്തിട്ട് പണ്ഡിതൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവർ സംസ്കൃതത്തിൽ വല്ലാതെ ജ്ഞാനമുള്ളവരായിരുന്നു. ആ ഒരു ബഹുമതിയാണ് നമ്മുടെ കൊൽക്കത്ത സർവകലാശാല ആർക്ക് നൽകിയത്? പണ്ഡിത എന്ന പേര് രമാഭായിക്ക് നൽകിയത്. ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്ത പണ്ഡിത രമാഭായി ആരംഭിച്ച സംഘടന ഏത്? അപ്പോൾ പണ്ഡിത രമാഭായി ഒരു സംഘടന സ്ഥാപിക്കുകയുണ്ടായി. അതിൻ്റെ പേരാണ് ആര്യ മഹിളാ സമാജം. അപ്പോൾ ഈ ആര്യ മഹിളാ സമാജം എന്ന സംഘടന എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത് എന്നതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെന്താ നമുക്ക് പറയാം. ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം പണ്ഡിത രമാഭായി ആണ്. അപ്പോൾ പണ്ഡിത രമാഭായിയുടെ ആ ഒരു സംഘടനയുടെ പേരെന്താണ്? ആര്യ മഹിളാ സമാജം. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രം സ്ഥാപിച്ചതും ആരാണ്?
ഈ പണ്ഡിത രമാഭായിയാണ്. അപ്പം 2 കാര്യങ്ങൾ അവർ പറഞ്ഞു. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചു. അതെന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്? ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. ഇനി വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ഇവരെന്ത് ചെയ്തു? ഒരു അഭയ കേന്ദ്രം സ്ഥാപിച്ചു. ആ അഭയ കേന്ദ്രത്തിൻ്റെ പേരാണ് ശാരദാ സദനം. അപ്പം ശാരദാ സദനം സ്ഥാപിച്ചത് ആരെന്ന് ചോദിക്കും. ആരാണ്? പണ്ഡിത രമാഭായി. ശാരദാ സദനം, ആര്യ മഹിളാ സമാജം, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? പണ്ഡിത രമാഭായിയുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി പണ്ഡിത രമാഭായി ആരംഭിച്ച പദ്ധതി. അപ്പോൾ ഈ സ്ത്രീകളോട് അവർക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ മുന്നോട്ട് വന്നവരാണ്. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി പണ്ഡിത രമാഭായി ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. അപ്പം ശാരദാ സദനം എന്ന വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടി എന്ത് ചെയ്തു? ശാരദാ സദനം എന്ന അഭയകേന്ദ്രം സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി പണ്ഡിത രമാഭായി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? നമ്മൾ പറഞ്ഞ മുക്തി മിഷൻ. പണ്ഡിത രമാഭായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏത് വർഷത്തിലാണ്? 1889 ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ, INC സമ്മേളനത്തിൽ ആര് പങ്കെടുത്തു? പണ്ഡിത രമാഭായി പങ്കെടുത്തു. അപ്പോൾ 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ? ഒരു ക്വസ്റ്റ്യനായി. അത് ബോംബെയിലാണ്. ആ 1889 ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന വനിതയാണ് ആര്? പണ്ഡിത രമാഭായി. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ മറ്റ് ചില പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരെയും കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമ്മൾ പഠിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോ എക്സാമുകൾക്കും ചോദിക്കാറുണ്ട്. ഇത് പഠിച്ചു വെച്ചിരുന്നാൽ നമ്മുടെ ഹിസ്റ്ററി പാർട്ടിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. രാജാറാം മോഹൻ റോയ് PSCക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ്. അതുപോലെ ഈ പറയുന്ന സംഘടനകൾ PSC വളരെയധികം ഒരുപാട് നാൾ ആയി ഒരുപാട് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. എന്തായാലും 1 മാർക്കല്ല, ഒരു 3 മാർക്കോളം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കത്തില്ല നമ്മൾ പുറത്തു നിന്നുള്ള, ഇപ്പോൾ നമ്മൾ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ കാണും. അപ്പോൾ അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആയിട്ട് നമുക്കിത് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കി പഠിക്കണം. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഏതൊക്കെയെന്നാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രാർത്ഥനാ സമാജം. ആരാ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്? ആത്മാറാം പാണ്ഡുരംഗ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണ്ടേ? ആത്മാർത്ഥമായിട്ട് നമ്മൾ PSCക്ക് പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് എല്ലാവരും PSCക്ക് നല്ല നമ്മൾ SCRT പഠിക്കുന്നു, നമ്മൾ സ്കൂൾ സിലബസ് പഠിക്കുന്നു, എന്ത് പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുമല്ലേ? അപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്കൊരു ജോലി വേണം, നമ്മളൊരു ഗവൺമെൻറ് എംപ്ലോയി ആവണം. അതാണ് അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാവരും ഇതിന് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ അവസ്ഥയ്ക്ക് യോജിക്കുന്ന ഒരു തൊഴിൽ എത്രയും പെട്ടെന്ന് ലഭിക്കണേ എന്ന് സർവേശ്വരനോട് കരളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളെ പാണ്ടൊക്കെ ദൈവം മാറ്റിത്തരും അല്ലേ? അപ്പോൾ അതാണ്, നമുക്ക് ജോലിയും കിട്ടും. അപ്പോൾ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാ? ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം ആരാ? അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ. സർ സയ്യദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത്.
സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി ആരുടേതാ? തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നിട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റി കേണൽ ഓൾക്കോട്ട്, മാഡം ബ്ലാവഡ്സ്കി. രാമകൃഷ്ണ മിഷൻ ആരാ സ്ഥാപിച്ചത്? സ്വാമി വിവേകാനന്ദൻ്റെതാണ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപകനാരാ? സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം. അപ്പം ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലുവാണ്. ഹിതകാരിണി സഭ വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം ആരുടേതാ? EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. ഈ ഒരു അല്ല, EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പം EV രാമസ്വാമി നായ്ക്കറാണ് എന്ത് സ്ഥാപിച്ചത്? സ്വാഭിമാന പ്രസ്ഥാനം. നമ്മളെല്ലാവരും സ്വാഭിമാനമുള്ളവരല്ലേ? അപ്പോൾ EV രാമസ്വാമി നായ്ക്കറാണ് എന്ത് ചെയ്തത്? ആ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരുടേതാ? ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു സംഘടന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അടുത്ത ഏതാണ്? സാധുജന പരിപാലന സംഘം. ആരാ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? അയ്യങ്കാളി. അപ്പം ഇത്രയുമാണ് നമ്മുടെ ആ ഒരു സംഘടനകളും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതുപോലെ ആ ഒരു സ്ഥാപകർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്കിതൊന്ന് പറഞ്ഞു പോകാം. നമ്മുടെ പ്രാർത്ഥനാ സമാജം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണാതെ പറഞ്ഞ് പഠിക്കണം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. നമ്മുടെ കോഡെന്ന് ഓർത്താൽ മതി. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ എന്തുണ്ട്? ഫലമുണ്ടല്ലേ? ജോലി കിട്ടും, ഉറപ്പാണ്. അപ്പോൾ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജമാരുടേതാണ്? ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം ആരാ? സർ സയ്യദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി ആരുടേതാ? തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവഡ്സ്കി, കേണൽ ഓൾക്കോട്ട്. മാഡം ബ്ലാവഡ്സ്കി, കേണൽ ഓൾക്കോട്ട്. തിയോസഫിക്കൽ സൊസൈറ്റി. അടുത്ത രാമകൃഷ്ണ മിഷൻ ആരാ? സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം ആരായിരുന്നു? വീരേശലിംഗം പന്തലു. ഒരു പ്രാവശ്യം നമ്മൾ ഓർത്തിട്ട് വീണ്ടും അടുത്ത പ്രാവശ്യം കാണാതെ തന്നെ പറഞ്ഞു നോക്കണം കേട്ടോ. തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ, നമ്മൾ വീണ്ടും ഒന്നുകൂടി പറയുന്നു, അങ്ങനെ പഠിച്ചു പോകും. അപ്പം ഹിതകാരിണി സഭ, വീരേശലിംഗം പന്തലു. അടുത്ത വരുന്നത് സ്വാഭിമാന പ്രസ്ഥാനം. സ്വാഭിമാന പ്രസ്ഥാനം ആരായിരുന്നു? നമ്മൾ പഠിച്ചത് ആരാ? സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ അതെല്ലാവർക്കും അറിയാനുള്ള നമ്മുടെ SNDP ചുരുക്കി നമ്മൾ പറയും, SNDP പറയും അല്ലേ? അപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരുടേതാ? ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചത്. അടുത്ത് വന്നിട്ട് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ആരാ? നമ്മുടെ സാധുജന പരിപാലന സംഘം SJP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന. അതാരാ സ്ഥാപിച്ചത്? SJPS. അത് SNDPയുമുണ്ട്, SJPSമുണ്ട്. അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സംഘടനകളും അവയുടെ സ്ഥാപകരുമാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് ഷുവറായിട്ട് 1 മാർക്ക് കിട്ടും. കാരണം നമ്മൾ ആര്യമഹിളാ സമാജം പറഞ്ഞു, പണ്ഡിത രമാഭായിയാണ് ആര്യമഹിളാ സമാജം സ്ഥാപിച്ചതെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മുടെ ബ്രഹ്മസമാജം പഠിച്ചു. ആരാണ്? 1828 രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചതെന്ന് പഠിച്ചു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? മുക്തി മിഷൻ, ശാരദാ സദൻ, ഇതൊക്കെ ആരുടേതാണെന്ന് പറഞ്ഞു? പണ്ഡിത രമാഭായിയുടേതാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ അടുത്ത്
സത്യശോധക് സമാജ് ആരുടേതെന്നാണ് പറഞ്ഞത്? നമ്മുടെ ജ്യോതിറാവു ഫുലെയുടേതാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഘടനകളൊക്കെ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഓർത്ത് പഠിച്ചു വെച്ചിരുന്നാൽ 1 മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഘടനകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം ആരാണ്? രാജാറാം മോഹൻ റോയി ആണ്. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാകുമ്പോൾ ശ്രീനാരായണ ഗുരുവാകും. അങ്ങനെയാണെങ്കിൽ ലോകത്ത് തന്നെ നമ്മുടെ ലോക നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? അത് പെട്രാർക്കാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് കണക്റ്റ് ചെയ്ത് പഠിച്ചു പോവാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ 1-2 തവണ അധികം കേട്ട് നോക്കുക. ഉറപ്പായിട്ട് പിന്നെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പോലും SCERT നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തില്ല. ഉറപ്പായിട്ട് ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമെന്നറിയാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.